ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാമെന്ന് തേങ്ങയില്ലാത്തൊരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് കപ്പലണ്ടി വേണം. നമ്മൾ പച്ച കപ്പലണ്ടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ച് കപ്പലണ്ടി, പിന്നെ 2-3 പച്ചമുളക് എരിക്ക് ആവശ്യമായിട്ടുള്ളത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇടാം, മല്ലിയില, അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് എണ്ണ ചൂടാക്കി അതിനകത്ത് കുറച്ച് ജീരകം പൊട്ടിച്ചിട്ട് ഒന്ന് കുറച്ച് വറുത്തെടുക്കാം. ഒത്തിരി വറക്കണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറത്തക്കൊണ്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അതിന് ശേഷം ചൂടാറാൻ വെക്കണം. ചൂടാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് റെഡിയാക്കണം. ഇഡ്ഡലിക്കുള്ള മാവ്, ഇഡ്ഡലിക്ക് അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് നമുക്ക് ഈ കപ്പലണ്ടി അരച്ചെടുക്കാൻ ചെറിയ മിക്സിയുടെ ജാർ എടുത്താൽ മതി. അതിനകത്ത് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പറ്റും. പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് നമുക്ക് കടുക് വറുത്ത് അതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ഒഴിച്ച് നമുക്കത് ലൂസാക്കി എടുക്കാം. നല്ല തിക്കായിട്ടാണ് നമുക്ക് ചട്നി കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് ലൂസാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടി ഇഡ്ഡലി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല രസമാണ് അതും കൂട്ടി കഴിക്കാൻ. ഇനി നമുക്ക് മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് നമുക്ക് ഇഡ്ഡലി പുഴുങ്ങണം. ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് തട്ടിനകത്ത് നമുക്ക് എണ്ണയൊക്കെ തേച്ച് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഇളക്കി എടുത്തിട്ട് നമുക്കത് നന്നായി കഴിക്കാം. ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ കപ്പലണ്ടി ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.